ഇന്ത്യൻ സിനിമയുടെ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് ഇന്ത്യ ഒന്നാകെ ഇളക്കിമറിച്ച ബോളിവുഡ് ചിത്രമാണ് ഷോലെ. 286 ആഴ്ചകൾ തുടർച്ചയായി പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യൻ സിനിമയുടെ എക്കാലത്തെയും വലിയ ബോക്സ് ഓഫീസ് ചരിത്ര വിജയം ഷോലയുടെ പേരിൽ എഴുതപ്പെട്ടത്. അമിതാഭ് ബച്ചൻ്റെ താരോദയത്തിന് സാക്ഷ്യം വഹിച്ച ചിത്രം കൂടിയായിരുന്നു ഷോലെ. ഷോലയുടെ ആശയം കടംകൊണ്ട് ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്രാദേശിക ഭാഷകളിലും ഒട്ടനവധി ചിത്രങ്ങൾ പിറന്നിട്ടുണ്ട്. സംവിധായകൻ KG രാജശേഖരൻ ഷോലയുടെ ചുവട് പിടിച്ചായിരുന്നു 1982 ചെമ്പൽക്കാട് എന്ന ചിത്രം ഒരുക്കിയത്. പ്രേം നസീർ, രതീഷ്, മമ്മൂട്ടി തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. അക്കാലത്ത് മമ്മൂട്ടിയേക്കാൾ താരമൂല്യം നടൻ രതീഷിനായിരുന്നു. സംവിധായകൻ രാജശേഖരൻ ചെമ്പൽക്കാടിന്റെ കാര്യം മമ്മൂട്ടിയോട് സൂചിപ്പിച്ചപ്പോൾ അമിതാഭ് ബച്ചന്റെ റോളിന് സമാനമായ റഹീമിനെ തനിക്ക് വേണമെന്നായിരുന്നു മമ്മൂട്ടിയുടെ ഡിമാൻഡ്. കാരണം ഷോലെ എന്ന ചിത്രവും അമിതാഭ് ബച്ചന്റെ റോളും മമ്മൂട്ടിയെ അത്രയ്ക്ക് ആവേശപ്പെടുത്തിയിരുന്നു. പക്ഷേ റഹീമായി രതീഷിനെ ഉറപ്പിച്ച ശേഷമായിരുന്നു ധർമ്മേന്ദ്രയുടെ റോളിന് സമാനമായ ബീരാൻ എന്ന കഥാപാത്രവുമായി സംവിധായകൻ മമ്മൂട്ടിയെ കാണാനെത്തിയത്. മമ്മൂട്ടിക്ക് താല്പര്യമില്ലെങ്കിൽ രവീന്ദ്രനെ നോക്കാമെന്ന് രാജശേഖരൻ കൂടെ വന്ന സഹായിയോട് പറഞ്ഞു. ഇത് കേട്ട മമ്മൂട്ടി ഒരു മടിയും കൂടാതെ ചിത്രത്തിൽ അഭിനയിക്കാൻ സമ്മതം മൂളുകയായിരുന്നു.